സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ജ്യോതിഷപങ്ക്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ശുക്രൻ കുംഭം രാശിയിൽ സ്ഥിതി ചെയ്യുന്നു. അത് 2024 ഡിസംബർ മാസം 28 മുതൽ 2025 ജനുവരി മാസം 28 വരെയാണ് കുംഭം രാശിയിൽ ശുക്രൻ സ്ഥിതി ചെയ്യുന്നത്. തുലാം രാശിക്കാർക്ക് ശുക്രന്റെ കുംഭം രാശി സ്ഥിതി കൊണ്ട് വന്നു ചേരാവുന്ന ഭാഗ്യാവസ്ഥകളെ കുറിച്ചാണ് വിചിന്തനം ചെയ്യുന്നത്. തുലാം രാശിക്കാരായിരിക്കുന്ന ചിത്രയുടെ 3, 4 പാദങ്ങളും ചോതിയും വിശാഖത്തിന്റെ ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാരാണ് തുലാം രാശിക്കാർ. ഇവർക്ക് രാശിയുടെ അധിപൻ കൂടിയായ ശുക്രനാണ് ഭാഗ്യസ്ഥാനമായ 5-ാമിടത്ത് 5-ാം ഭാവാധിപനായ ശനിയോട് യോഗം ചെയ്ത് നിൽക്കുന്നു. അത് ബന്ധുക്ഷേത്രം ആണ് താൻ. അങ്ങനെയുള്ള ഈ സന്ദർഭത്തിൽ പല രീതിയിലും ദുഃഖങ്ങളും ദുരിതങ്ങളും മന്ദതയുമൊക്കെ പ്രതിഭാസ്ഥാനത്ത് അനുഭവിച്ചു കൊണ്ടിരുന്നവർ, പ്രതിഭാസ്ഥാനം എന്ന് പറയുമ്പോൾ കലയുമായി ബന്ധപ്പെട്ടും കലയുടെ ആവാന്തര വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ടും അത് തൊഴിൽ രംഗത്ത് വേണ്ടത്ര രീതിയിൽ അവരവരുടെ കഴിവിനനുസരിച്ച് മികവ് പ്രകടിപ്പിക്കുവാൻ സാധിക്കാത്ത ധാരാളം ആൾക്കാരുണ്ട്. ശനിയുടെ സ്ഥിതി കൊണ്ടും മറ്റു കാര്യങ്ങളൊക്കെ കൊണ്ട് അങ്ങനെയുള്ളവർക്ക് ഈ ശുക്രന്റെ സ്ഥിതി കൊണ്ട് അവരവർ പഠിച്ച് അഭ്യസിച്ച് ചെയ്യുന്ന തൊഴിലുകളായാലും മറ്റ് കലാപരമായ കാര്യങ്ങളായാലും ഒക്കെ കൂടുതൽ മികച്ച രീതിയിൽ പ്രകടിപ്പിക്കുക, ചെയ്തു തീർക്കുക, അതിനൊക്കെ സാധിക്കും. കരവിരുത് തെളിയിക്കുക എന്നൊക്കെ പറയും. അല്ലെങ്കിൽ സ്വതസിദ്ധമായ ഒരു പാഠവും ഏത് രംഗത്തായാലും, പ്രസംഗ പാഠവും കവിത രചനാ പാഠവും അതുപോലെ അഭിനയ പാഠവും മികച്ച രീതിയിൽ അങ്ങനെയൊക്കെ വന്നു ചേരുവാൻ യോഗവും ഭാഗ്യവും തെളിഞ്ഞു വരികയും അതുമൂലം പ്രസിദ്ധിയും ധനവും വന്നു ചേരുവാനും യോഗമുണ്ട്. കലാകാരന്മാർ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ബാനറിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നവരല്ല. പാചക രംഗത്തെ കലയായാലും സ്വന്തമായിട്ട് കുറച്ച് പേർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്ന ആൾക്കാർ, അതിൻ്റെ അടുക്കളയിലെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർ, പാചക കലയുമായി ബന്ധപ്പെട്ട് നല്ല കഴിവുള്ളവർക്ക് അത് പ്രകടിപ്പിക്കുവാനും അവരുടെ ഭക്ഷണങ്ങൾക്ക് പ്രിയം ഏറി വരുവാനും സാധിക്കും. അങ്ങനെ പ്രിയമേറി വരുന്നത് ഏതെല്ലാം കാര്യങ്ങൾക്ക് എണ്ണി പ്രത്യേകം പറയാൻ പറ്റുകയില്ലല്ലോ. അത് വസ്ത്ര നിർമ്മാണം, ചില കമ്പനികളുടെ ചില വസ്ത്രങ്ങൾ ചില കാലത്ത് പ്രിയം ഏറി വരികയും മാർക്കറ്റിൽ നല്ല മൂവ്മെൻറ്റ് ഉണ്ടാകുകയും വ്യാപാരവും വിപണനവും ഒക്കെ നടക്കുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടില്ല. വസ്ത്രം തന്നെയല്ല, മറ്റ് ഇതര വസ്തുക്കൾ, ഫർണിച്ചറായാലും മറ്റ് ഇലക്ട്രോണിക്കൽ ഉപകരണങ്ങളായാലും ഒരു ബ്യൂട്ടി പാർലറായാലും ചില കാലത്ത് നല്ലതുപോലെ ഓടിയ ബ്യൂട്ടി പാർലർ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ. അങ്ങനെ സുഗമമായും സന്തോഷമായും ഒരു പടി വിജയം വന്നു ചേരുവാൻ ഈ തുലാം രാശിക്കാർക്ക് ശുക്രന്റെ സ്ഥിതി കൊണ്ട് യോഗമുണ്ട്. അത് ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യപൂർണമായ കാലം. ഏതെങ്കിലും തരത്തിൽ ദാമ്പത്യ ദുഃഖങ്ങളൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് ദാമ്പത്യ ദുഃഖങ്ങളൊക്കെ മാറി സുഖങ്ങളൊക്കെ വന്നു ചേരുന്നതിനും ഒരുമയോടുകൂടി ജീവിക്കുന്നതിനും സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുകയും ഉല്ലാസയാത്ര പോകുന്നതിനും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും യോഗമുണ്ട്. അതുപോലെ തന്നെ ദമ്പതികൾക്ക് മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുവാൻ യോഗമുണ്ട്. പുതുമയുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും ഗൃഹോപകരണങ്ങളും വന്നു ചേരുവാൻ യോഗമുണ്ട്. ഇന്റീരിയർ ഡിസൈനേഴ്സ്, എക്സ്റ്റീരിയർ ഡിസൈനേഴ്സ്, അത് വാഹനങ്ങളുടെ ആയാലും ഗൃഹത്തിൻ്റെ ആയാലും ഡിസൈനിങ് വർക്കുകൾ ചെയ്യുന്നവർക്ക് മികച്ച രീതിയിൽ വർക്ക് തീർക്കുവാനും പുതിയ ഡിസൈനിങ് കണ്ടെത്തുവാനും ഒക്കെ സാധിക്കും. അത് കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ട് ചെയ്യുന്നവർക്കും ഒക്കെ അത് ബാധകമാണ്. സ്റ്റേജ് പ്രോഗ്രാം ആയാലും സിനിമാ രംഗത്തായാലും സീരിയൽ രംഗത്തായാലും അതിൻ്റെ അണിയറ പ്രവർത്തനങ്ങളിൽ നിൽക്കുന്നവർക്കായാലും
അതിനുള്ള യോഗവും ഭാഗ്യവും ദൈവാധീനവും ഒക്കെ ഒത്തുവന്നിരിക്കുന്നു. വിദ്യാർത്ഥികൾക്ക് വിജയങ്ങൾ വന്നിച്ചേരും. ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ ഒരു തേജസ് വർദ്ധിക്കുന്നതിനും ഓജസ് വർദ്ധിക്കുന്നതിനും നമ്മളിലേക്ക് മറ്റുള്ളവരെ ആകർഷിക്കുവാനുമൊക്കെ സാധിക്കുന്ന നല്ല ഐശ്വര്യമുള്ള ഒരു സമയമാണ്. അത് അവസരങ്ങൾ ലഭിക്കുന്നത് വേണ്ട രീതിയിൽ വിനിയോഗിക്കുക. പിന്നീട് അതോർത്ത് ദുഃഖിക്കാതിരിക്കുക. അതായത് ഇപ്പോൾ ഒരവസരം കിട്ടി, അന്നത് വേണ്ട രീതിയിൽ വിനിയോഗിച്ചില്ല എന്ന് പലരും പറയുന്നത് കേട്ടിട്ടില്ലേ? അങ്ങനെ നഷ്ടപ്പെടാതിരിക്കുക. പ്രത്യേകിച്ച് സ്വന്തം നാട് വിട്ട് ഉള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്കും ഒക്കെ നല്ല വിജയങ്ങൾ വന്നു ചേരും. കൃഷി കാര്യങ്ങളിലായാലും പൂന്തോട്ട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അങ്ങനെ ചിന്തിച്ചാൽ എന്തുമാത്രം കാര്യങ്ങളുണ്ട് ഈ കലയുമായി ബന്ധപ്പെട്ട്. അതിൻ്റെ ആവാന്തര വിഭാഗങ്ങൾ തൊഴിൽ രംഗത്ത് ഈ നക്ഷത്രക്കാർക്ക് വിജയിക്കുവാൻ സാധിക്കും. അപ്രതീക്ഷിതമായ ധനാഗമനയോഗവും വാഹനയോഗവും ഗൃഹയോഗവും ഉള്ള ഗൃഹം പുതുക്കിപ്പണിയുന്നതിനോ എല്ലാം നല്ല നല്ല അനുഭവങ്ങൾ വന്നു ചേരുവാൻ യോഗമുള്ള സമയം. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേര് നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. അതുപോലെ തന്നെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരുന്നു. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു.